നന്മ 24ലേക്ക് സ്വാഗതം. കാക്കനാട് സെൻറ് ജാർജ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചു. കാക്കനാട് തുതിയൂരുള്ള സെൻറ് ജാർജ് ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ മജു TM ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളുകളിലൂടെ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ നമുക്ക് കുട്ടികളെ ഒരു പുതിയൊരു ലഹരിയിലേക്ക് അല്ലെങ്കിൽ യുവാക്കൾ ആവശ്യപ്പെടുന്നതായിട്ടുള്ള പുതിയ ലഹരിയിലേക്ക് നമുക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നു. സെൻറ് ജാൾസ് ബൊറോമിയോ കോൺവെൻറ്റ് സ്കൂളിലെ ഇങ്ങനെ ഒരു സെൻറ് ചാൾസിന് വേണ്ടിയുള്ള ഒരു കപ്പ് വെച്ചൊരു ടൂർണമെൻറ്റ് വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിള്ളേരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ അടുത്ത വർഷത്തെ മത്സരത്തിന് വേണ്ടി അവർ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ആകുന്നു. മറ്റ് ലഹരിയിലേക്ക് പോകാതെ അവർ ഫുട്ബോളിലേക്ക് പോലുള്ള കായിക മത്സരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടെ അതിലൂടെ ഈ സ്കൂൾ അധികൃതർ പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു മാനേജ്മെൻറ്റ് ഈ സംഘടിപ്പിക്കുന്നതിലൂടെ പിള്ളേർ അങ്ങനെ ഒരു നല്ലൊരു ഇതിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി എല്ലാ വർഷവും ഒരു ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ നല്ല ആരോഗ്യപരമായ ചിന്താഗതിയും മാനസിക ഉന്മേഷവും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമതായിട്ട് കുട്ടികൾ ഫിസിക്കൽ ഫിറ്റ്നസ്സാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ കൂടുതലും ലഹരി പദാർത്ഥങ്ങളിലും മറ്റു ഉല്ലാസങ്ങളിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷികമായത് അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതും അവർക്ക് ലഹരിയായിട്ടുള്ളതുമായ സ്പോർട്സ് ഇവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓർഗനൈസ് ചെയ്യുന്ന വഴി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു നന്മയും അവരുടെ മാനസികമായ വളർച്ചയുമാണ് എയിം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ പോലെ തന്നെ എല്ലാ കുട്ടികളും നമ്മുടെ സമൂഹത്തിൻ്റെ കുട്ടികളാണ്. അതിനാലാണ് ഞങ്ങൾ ഇവിടെ ഈ സെൻറ് ചാൾസ് കപ്പ് എന്ന പേരിൽ എല്ലാ വർഷവും ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെല്ലാവരും നല്ലവരായി വളരണം, ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാ കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളിൽ എല്ലാ വർഷവും ഈ സെൻറ് ചാൾസ് കപ്പ് ഓർഗനൈസ് ചെയ്യുന്നത്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്തുകളിലൊക്കെ സെവൻസ് ഫുട്ബോളായിരുന്നു മെയിനായിട്ടുള്ളത്. കാരണം ഞങ്ങൾ സെവൻസ് ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ഫിനിക്സ് എന്നൊരു ക്ലബ്ബുണ്ട്, അതിൻ്റെ ക്യാപ്റ്റനും കൂടെ ആയിരുന്നു ഞങ്ങൾ ചേർത്തല, പിന്നെ എറണാകുളം, മരട്, പിന്നെ മറവന്തുരുത്ത്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ ടൂർണമെൻറ്റ് കളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ഒരു ലഹരി എന്ന് പറഞ്ഞാൽ ശരിക്കും വേണമെങ്കിൽ ഈ ഫുട്ബോൾ പോലുള്ള മത്സരങ്ങളായിരുന്നു ഞങ്ങൾക്ക് ലഹരി എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ ഫുട്ബോൾ കാണുമ്പോൾ നമ്മുടെ അറിയാതെ നമ്മുടെ കാലൊന്നും ഇങ്ങനെ ഒന്ന് അനങ്ങുവാണ് ഓരോ ബോൾ തട്ടുമ്പോൾ പോലും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആ ഫുട്ബോളിൻ്റെ അതിനോടുള്ള ഇഷ്ടമാണ് ശരിക്കും അതിലൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഫുട്ബോളിലെ മത്സരത്തിൽ കിക്ക് ഓഫ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും എനിക്ക് വരാനുള്ള കൂടുതൽ താല്പര്യം വന്നത്. കാരണം എനിക്ക് ഫുട്ബോളിൻ്റെ ഒരു ബന്ധമുണ്ട്, ഞാൻ കളിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഞങ്ങളുടെ എക്സൈസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ശിശുദിനത്തിൻ്റെ അവസരത്തിൽ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ സഹകരണത്തോടു കൂടി നമ്മുടെ സ്കൂളിൽ വെച്ച് ഒരു ശിശുദിന ആഘോഷം ഓർഗനൈസ് ചെയ്തിരുന്നു. അതിൻ്റെ ഉദ്ദേശം തന്നെ എയിം ആയിട്ട് നമ്മളെടുത്ത ലിസൺ ടു ദ ഫ്യൂച്ചർ എന്ന ടോപ്പിക്കിൽ ആണ് നമ്മൾ ശിശുദിനം ആഘോഷിച്ചത്. അതിന് ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ പത്മകുമാർ സർ വന്നിരുന്നു. കുട്ടികളെ ബോധവൽക്കരിക്കുകയും കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു സംഭാഷണം നടത്തുകയും കുട്ടികൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ബാബു സാറും വന്ന് ഞങ്ങളുടെ കുട്ടികളെ വളരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിച്ചു. ഇതെല്ലാം നമ്മുടെ സ്കൂളിൽ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു പുതിയ തലമുറയെ, നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. എന്തെല്ലാം നമ്മൾ സ്കൂളിൽ ചെയ്താലും നമ്മുടെ കുട്ടികൾ അക്കാഡമിക്കലി മാത്രമല്ല, ഇൻ്റലക്ച്വലി മാത്രമല്ല, സോഷ്യലി, സാമൂഹ്യത്തിൽ എങ്ങനെ നല്ല വ്യക്തികളായി വളർന്നു വരണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെൻറ് ജാർജ് സ്കൂൾ അഹോരാത്രം പ്രയത്നിക്കുന്നത്. ഇത് നല്ല നാളെയാണ് ഞങ്ങളുടെ സ്വപ്നം. അതാണ് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ.